എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. മോഹൻലാൽ നായകനായെത്തിയ തുടരും എന്ന ചിത്രം വൻ ഹിറ്റായിരിക്കുകയാണ്. ഈ ചിത്രം തുടരും എന്ന പേരിൽ തമിഴിലുമെത്തിയിരുന്നു. എന്നാൽ മൊഴിമാറ്റപ്പതിപ്പായ തുടരുമിന് വലിയ സ്വീകാര്യത തമിഴ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. 1.2 കോടി മാത്രമാണ് ഒരാഴ്ച കൊണ്ട് ചിത്രം തമിഴിൽ നിന്ന് നേടിയിട്ടുള്ളത്. തുടരും ആഗോളതലത്തിൽ ഇതിനോടകം 200 കോടി ക്ലബിൽ കടന്നിട്ടുണ്ട്. KR സുനിലിനൊപ്പം സംവിധായകൻ തരുൺമൂർത്തിയും ചേർന്നാണ് തുടരുമിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റേത്. ഈ കഥാപാത്രത്തെ വളരെ മികവാർന്ന രീതിയിൽ വെള്ളിത്തിരയിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞു. ലളിത എന്ന വീട്ടമ്മയായ നായിക കഥാപാത്രത്തെ ശോഭനയും അവതരിപ്പിച്ചു. എന്നാൽ ചിത്രത്തിൽ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് പ്രകാശ് വർമ്മ അവതരിപ്പിച്ച CA ജോർജ് എന്ന വില്ലൻ കഥാപാത്രമാണ്. ജോർജ് സാറിലൂടെ മികച്ചൊരു അഭിനേതാവിനെ സമ്മാനിക്കാൻ തുടരും എന്ന സിനിമയ്ക്ക് കഴിഞ്ഞു. ഇവരെ കൂടാതെ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായി ചിത്രത്തിൽ ഉണ്ട്. തുടരും എന്ന പേരിന് പകരം മറ്റൊരു പേർ കൂടി ആദ്യം ആലോചിച്ചിരുന്നുവെന്ന് സംവിധായകൻ തരുൺമൂർത്തി വെളിപ്പെടുത്തി. വിന്റേജ് എന്ന പേരായിരുന്നു ഈ മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചിരുന്നതെന്ന് തരുൺമൂർത്തി വെളിപ്പെടുത്തുന്നു. സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിന്റേജ് എന്ന സജഷൻസ് ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചുവരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും അത്. വിന്റേജ് മോഹൻലാലിനെ തിരിച്ചുകൊണ്ടുവരാനല്ല ഈ സിനിമ. അതുകൊണ്ട് ആ പേര് വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ, മനോഹരമായ തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ തുടരും എന്ന പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും തരുൺമൂർത്തി പറഞ്ഞു. വൻതുകയ്ക്കാണ് ഹോട്ട്സ്റ്റാറിന് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയത്.